മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യ ഓരോ ദിവസവും നാണക്കേടിന്റെ പുതിയ റെക്കോർഡുകളാണ് കരസ്ഥമാക്കുന്നത്. ഇപ്പോഴിതാ ഏറ്റവും പുതിയതായി വേൾഡ് എക്കണോമിക് ഫോറം 2024 റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഫേക്ക് ന്യൂസുകളുടെ റാങ്കിങ്ങിൽ മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ്. കഴിഞ്ഞ ദിവസമാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2024 ഗ്ലോബൽ മിസ്ഇൻഫർമേഷൻ റാങ്കിങ് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയാണ് വഴിതെറ്റിക്കുന്ന വാർത്തകളുടെയും ഫേക്ക് ന്യൂസുകളുടെയും പ്രചാരണത്തിൽ ലോകത്തിലെ 1ാമത്തെ രാജ്യം. ഗ്ലോബൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നെറ്റ്വർക്ക് GIJN നടത്തിയ റിസർച്ചിൽ പറയുന്നത് കൂടുതൽ ആളുകളിലേക്ക് ഫേക്ക് ന്യൂസുകളും പ്രൊപ്പഗാൻഡകളും എത്തുമ്പോൾ അവരുടെ നിലവിലുള്ള വിശ്വാസങ്ങളെ ഖണ്ഡിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെയും അവർ അത് വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. ഇത് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. സ്റ്റാറ്റിസ്റ്റയുടെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വളരെയേറെ ഇലക്ഷനുകൾ നടന്ന ഈ വർഷം ഫേക്ക് ന്യൂസുകൾ ജനങ്ങളുടെ ജീവിതത്തിന് വലിയ ഭീഷണിയാണ് എന്നാണ്. ലോകത്തിന്റെ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ പടച്ചുവിടുന്നത് എന്നാണ്. അതിൽ കറുത്ത റെഡ് നിറത്തിൽ 1ാം സ്ഥാനത്ത് കാണിച്ചിരിക്കുന്നത് ഇന്ത്യയാണ്. ലോകത്തെ മറ്റൊരു രാജ്യവും ഇതുപോലെ ഡീപ്പ് റെഡ് നിറത്തിൽ, അതായത് ഫേക്ക് ന്യൂസുകൾ കൊണ്ട് നശിച്ച രാജ്യമായി കാണിച്ചിട്ടില്ല എന്ന് ഓർക്കണം. ഇക്കാര്യത്തിൽ അമേരിക്ക അത്ര മോശമല്ല, 6ാം സ്ഥാനത്താണ് അമേരിക്ക നിൽക്കുന്നത്. എന്നാലും നോൺ ബയോളജിക്കൽ മോദിയുമായി മൈലുകളുടെ വ്യത്യാസമാണ് മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയ്ക്ക് ഉള്ളത്. മോദി തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഈ അനാലിസിസ് വ്യക്തമാക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫേക്ക് ന്യൂസുകളുടെ പ്രചാരം, തെരഞ്ഞെടുപ്പുകൾ നീതിയുക്തമാണ്, ജനങ്ങൾ വോട്ട് ചെയ്താണ് ഇത്തരം ഗവൺമെന്റുകൾ അധികാരത്തിൽ എത്തുന്നത് എന്നുള്ളതിന്റെ ആധികാരികത ഇല്ലാതാക്കുന്നു. അത് രാഷ്ട്രീയ അരാജകത്വത്തിനും അക്രമത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും വലിയ അപകടമാണ്. ഈ ഡേറ്റ തയ്യാറാക്കിയിരിക്കുന്നത് അക്കാദമിയ, ബിസിനസ്, ഗവൺമെന്റ്, ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, സിവിൽ സൊസൈറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള 1490 എക്സ്പെർട്ടുകളുടെ സർവേയിൽ നിന്നാണ്. ഇവിടെ ഡിസ്ഇൻഫർമേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് പ്രചരിപ്പിക്കുന്നയാൾ മനഃപൂർവ്വം മറ്റു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നതിനെയാണ്. മിസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവരുടെ തെറ്റായ വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നതിനാണ്. ഇന്ത്യയാണ് ഈ മിസ്ഇൻഫർമേഷന്റെയും ഡിസ്ഇൻഫർമേഷന്റെയും കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ കാര്യം ഈ ഫേക്ക് ന്യൂസുകളാണ് എന്നാണ് എക്സ്പെർട്ടുകൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മാരക രോഗങ്ങളെക്കാളും സാമ്പത്തിക കുറ്റകൃത്യങ്ങളെക്കാളും ഇനിക്വാളിറ്റിയെക്കാളും തൊഴിലില്ലായ്മയെക്കാളും അപകടകരമായ കാര്യമാണ് ഫേക്ക് ന്യൂസുകൾ എന്ന് ഒന്ന് ഓർത്തു നോക്കണം. മാരക രോഗങ്ങളെക്കാളും തൊഴിലില്ലായ്മയെക്കാളും ഒക്കെ വലിയ രോഗമാണ് ഫേക്ക് ന്യൂസുകൾ എന്ന്. അതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്ത്യയിലെ വളരെയേറെ ജനങ്ങൾ മോദി എന്നാൽ ഏതാണ്ട് സംഭവമാണ് എന്ന് വിശ്വസിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കഴിവുകെട്ട വിവരമില്ലാത്ത ഒരു വ്യക്തിയെ വളരെ മിടുക്കനാണ്, വിശ്വഗുരുവാണ്, ലോകം മൊത്തം പെരുമ്പറ മുഴുക്കുകയാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഈ ഫേക്ക് ന്യൂസുകൾ എത്ര വലിയ തെറ്റായ ധാരണയാണ് ഇന്ത്യയിലെ മന്ദഭക്തരുടെ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഓർക്കണം. ഏതാണ്ട് 2012 മുതലാണ് ഇന്ത്യയുടെ ദുർഗതി തുടങ്ങിയത്. അന്ന് മുതലാണ് BJPയുടെ ഫേക്ക് ന്യൂസ് ഫാക്ടറി വാട്സാപ്പ് യൂണിവേഴ്സിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത്. അവരുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിലെ വളരെയധികം ജനങ്ങളെ ചിന്താശേഷിയും വിവരവും ഇല്ലാത്തവരായി മാറ്റിയതിന്റെ ഫലമാണ് 2014 തെരഞ്ഞെടുപ്പിൽ മോദിയെ പോലെ ഒരാൾ വിജയിക്കാനുള്ള ഏക കാരണം. ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ 2019 തെരഞ്ഞെടുപ്പിൽ ഫേക്ക് ന്യൂസുകൾ വളരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു. വാട്സാപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ച് അവരുടെ പിന്തുണക്കാരിലേക്ക് കലാപങ്ങൾ ഉണ്ടാക്കുന്ന മെസ്സേജുകൾ അയക്കുകയും അതുവഴി അവരിൽ ഭീതിയും വിദ്വേഷവും സൃഷ്ടിക്കുകയും അതിന് ഫലമായി കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുപോലെ കോവിഡിന്റെ സമയത്തും വാട്സാപ്പ് വഴി BJPയുടെ ഫേക്ക് ന്യൂസ് ഫാക്ടറി ഫേക്ക് ന്യൂസും മിസ്ഇൻഫർമേഷനും പ്രചരിപ്പിച്ച് ആളുകളെ മണ്ടന്മാരാക്കി നിലനിർത്തി എന്നും പറഞ്ഞിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മോദിയും മോദിയുടെ ഭരണവും ഇന്ത്യയെ ബാധിച്ച ഏറ്റവും വലിയ ഭീകരമായ പകർച്ചവ്യാധിയേക്കാൾ 10 മടങ്ങ് ഭീകരമാണ് എന്ന് സാരം. അതാണ് ഇന്ത്യയിൽ ഇത്രയേറെ വിവരമില്ലാത്ത, ഒന്നിനും കൊള്ളുകയില്ലാത്ത, സമൂഹത്തിനും കുടുംബത്തിനും ഒരു ഗുണവുമില്ലാത്ത, വിദ്യാഭ്യാസവും വിവരവും ലെവലേശമില്ലാത്ത മന്ദഭക്തന്മാർ ഉണ്ടാകാനുള്ള ഏക കാരണം. അത് രാജ്യത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയിലേ അവസാനിക്കൂ എന്ന് ഭയപ്പെട്ടാൽ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല.